ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച നിവേദനം വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിൽ ത്രിതല പഞ്ചായത്തുകൾക്ക് നിർണായക പങ്കുണ്ട്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് ലഹരി മാഫിയയെ നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് ലഹരി വിരുദ്ധ പോരാട്ടം ചെയർമാൻ ടി.എം. സാദിഖും ജനറൽ കൺവീനർ കെ. നൌഷാദ് മാസ്റ്ററും അറിയിച്ചു. കുന്നത്തനാട് ലഹരി വിരുദ്ധ സമിതി ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ വാഴക്കുളം പഞ്ചായത്തിൽ ലഹരി വിപണനം അതിക്രമിച്ചത് കാരണം പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിക്കും നിവേദനം കൊടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വാഴക്കുളം പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ രാഷ്ട്രീയ പാർട്ടിയുടെയും സമുദായ സംഘടനകളുടെയും മറ്റുള്ള ഉന്നത വ്യക്തികളെയും വിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്നൊരു യോഗം വിളിച്ച് ഇതിന് അറുതി വരുത്തുവാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ നിവേദനം കൊടുത്തിരിക്കുന്നത്. ഇത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ്. ഇത് കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ പറയുന്നതിനേക്കും അധികമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഞങ്ങൾ തന്ന നിവേദനത്തിന് ഉടനടി തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സമരപരിപാടികൾക്ക് നീങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. ലഹരി വിരുദ്ധ പോരാട്ടം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കുന്നത്തനാട് താലൂക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രജിസ്റ്റേർഡ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനയാണ്. ഈ സംഘടനയുടെ കീഴിൽ വിപുലമായ പ്രവർത്തനങ്ങൾ 6 മാസം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും അത്തരം സ്ഥലങ്ങളിൽ ലഹരി വ്യാപനം നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ റെയ്ഡ് നടത്തുകയും അവരെ നിയമപാലകരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതുമായി മുന്നോട്ട് പോകുമ്പോൾ നിയമപരമായ ഒരുപാട് തടസ്സങ്ങൾ ഒരു സന്നദ്ധ സംഘടനയ്ക്കുണ്ട്. പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ വിപുലമായ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വിമുക്തിയുടെ കീഴിൽ വിമുക്തി വിഷൻ എന്ന് പറയുന്ന മിഷൻ്റെ കീഴിൽ ഓരോ വാർഡിലും ഇതിൻ്റെ സമിതി ഉണ്ടാകണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കോവിഡ് മാതൃകയിൽ നമ്മുടെ നാട് ഈ ഒരു വിപത്തിൽ നിന്ന് മയക്കുമരുന്ന് ലഹരി വ്യാപനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ രംഗത്തിറങ്ങണം. ഓരോ വാർഡിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മത സാമുദായിക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, അതുപോലെ അവിടുത്തെ മറ്റു പ്രമുഖർ ഇവരെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിനെതിരെ ജനകീയ പ്രതിരോധം ഉണ്ടാവുകയും ഈ പഞ്ചായത്തിൻ്റെ ഓരോ വാർഡിലും ഇതെവിടെയൊക്കെയാണ് ഇത്തരം ആളുകൾ തമ്പടിക്കുന്നത് നമ്മൾ കണ്ടെത്തി ബ്ലാക്ക് സ്പോട്ട് ചെയ്ത് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഇത് വിഭാവനം ചെയ്യാനുള്ള, അതോടൊപ്പം തന്നെ നമ്മുടെ കടകളിൽ കുട്ടികൾക്കുൾപ്പെടെ ലഹരി വസ്തുക്കൾ വിൽക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് അടുത്ത തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. കാരണം മദ്യപിച്ചാൽ നമുക്ക് അറിയാം, പക്ഷേ രാസലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിലെ കുട്ടി, എൻ്റെ കുട്ടി അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലാത്ത, എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ഒന്നിച്ച് നമുക്ക് നീങ്ങാം. വാഴക്കുളം പഞ്ചായത്തിന് ഞങ്ങൾ നിവേദനം നൽകി. അടുത്ത ദിവസങ്ങളിൽ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾ നിവേദനം നൽകും. നമുക്ക് ഒന്നിച്ച് ഈ വിപത്തിനെതിരെ നീങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ ക്രിയാത്മകമായി ഇറങ്ങി പ്രവർത്തിച്ചാൽ ഇതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ പറ്റുമെന്നും ഇവർ പറഞ്ഞു. ഇതിനായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, മതസംഘടനകളുടെ യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ടു. വാഴക്കുളം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും ഇതിനായി ജനകീയ പ്രതിരോധം ഉയരുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകണമെന്നും പറഞ്ഞു. വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ, പഞ്ചായത്ത് സെക്രട്ടറി പവിത്രി, വൈസ് പ്രസിഡന്റ് ഷെജീന ഹൈദ്രോസ് എന്നിവർ മുമ്പാകെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച നിവേദനം നൽകി. ലഹരി വിരുദ്ധ പോരാട്ടം ചെയർമാൻ ടി.എം. സാദിഖ്, ജനറൽ കൺവീനർ കെ. നൌഷാദ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ അസീസ്, റഫീഖ് മാവിൻചൂട്, അൻസാർ അലമീൻ എന്നിവർ നേതൃത്വം നൽകി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.